ഗുഡ് മോർണിംഗ്. ലിമിറ്റ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ്. എന്റെ സ്ഥാനത്തൊരു നമ്പർ ഉണ്ടാവും, എഫ് എക്സിന്റെ സ്ഥാനത്തൊരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്? അതിൽ 4 റൂളായിട്ടാണ് ഞാൻ പ്രോബ്ലത്തെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 റൂള് പ്രത്യേകിച്ച് ഫോർമുലകളൊന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. 4ാമത്തെ റൂളിൽ മാത്രമാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റുകൾ ഫോർമുല ആയിട്ട് ബൈഹാർട്ട് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ മെത്തേഡിലുള്ള പ്രോബ്ലംസ് അല്ല എക്സാമിനൊക്കെ ഒന്നുകൂടെ എപ്പുറത്തേക്കുള്ളതായിരിക്കും ചോദിക്കുക. അപ്പൊ ഇതെന്താണെന്ന് അറിയണം, കാരണം എല്ലാ പ്രോബ്ലത്തിലും അവസാനം ഈ മെത്തേഡിലേക്ക് എത്തുക. അപ്പൊ ഇതിന്റെ പേര് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് എക്സ് ആണ് ചർച്ച ചെയ്യുന്നത്. റൂൾ 1 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. പേരിൽ തന്നെ ഉണ്ട്, എന്താണ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എക്സ് എവിടേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? എയിലേക്കാണ്. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ഒരു വേരിയബിളും എ ഒരു കോൺസ്റ്റന്റുമാണ്. ആരാണോ ടെൻഡ് ചെയ്യുന്നത് അയാൾ വേരിയബിളും, എവിടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് അത് കോൺസ്റ്റന്റുമാണ്. അപ്പൊ എന്താ ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറയുന്നത്? നിങ്ങൾ എക്സ് കാണുന്നിടത്ത് എ കൊടുക്കുക. എക്സിന് എ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയ എഫ് ഓഫ് എ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റിയ റിയൽ നമ്പർ ആവുകയും അതോടൊപ്പം ഈ എഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനില് നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ കേട്ട ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഈ ബോക്സ് എക്സ് ഇല്ലാന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്താൽ എന്താണ് എഫ് എക്സിന്റെ ഡെഫിനിഷനിൽ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഇൻവോൾവ്ഡ് അല്ല എങ്കിൽ പിന്നെ ഞങ്ങൾ അധികം സമയം കളയണ്ട, നമ്മളെ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഓഫ് എ തന്നെ ആയിരിക്കും. അപ്പോ എഴുതി വെക്കേണ്ട എത്ര ഉള്ളൂ? എക്സ് ഈക്വൽ ടു എ ഇൻ എഫ് എക്സ് if f of a is a finite real number and fx does not contains greatest integer function then limit extends to a fx in the value f of a എന്ന നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഇത് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എക്സ് ഈക്വൽ ടു എ ഇൻ ദ ഫംഗ്ഷൻ എഫ് എക്സ് എന്നാണ്. ഞാൻ കുറച്ചു മുമ്പ്, അതായത് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്ത് എയിലേക്ക് ടെൻഡ് ചെയ്യുന്ന എക്സ് ഒരിക്കലും എ ആവില്ല എന്ന് പറഞ്ഞിരുന്നു. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ഒരിക്കലും എ ആവില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു എക്സിന് എ കൊടുക്കാൻ പറയുന്നു. ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? ഒരിക്കലും എ ആവാത്ത എക്സിന് എങ്ങനെ നമ്മൾ എ കൊടുക്കുക? ഇത്തരം സംശയങ്ങളൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 7 എക്സ് പ്ലസ് 2 ആണെന്ന് വിചാരിക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എക്സ് 7ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 എവിടേക്കാണ് പോവുക, എവിടേക്കാണ് ടെൻഡ് ചെയ്യുക? നമ്മള് ലിമിറ്റിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സാമ്പിളിൽ ചെയ്ത പോലെ ഇവിടെ ചെയ്യാന്ന് വിചാരിക്കാം. 7ന്റെ വളരെ അടുത്തുള്ള നമ്പർ ഇങ്ങനെ കൊടുക്കുക, 7.12. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 9.1. 7.012 9.01, 7.0012 9.001. അങ്ങനെ പോകും. 7ന്റെ താഴെ 6.9, അപ്പൊ 8.9, 6.99 8.99 എക്സെട്ര. അപ്പൊ ഇത് 7ന്റെ ലെഫ്റ്റ് നിന്നും 7ന്റെ റൈറ്റ് നിന്നും 7ലേക്ക് വരുമ്പോ രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോഴും എക്സ് പ്ലസ് 2 എന്ന നമ്പർ 9ലേക്ക് പോകുന്നുണ്ട്, 9ന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ദിസ് വിൽ ബി ദ ലിമിറ്റ് വിൽ ബി 9. ഈ 9 കിട്ടാൻ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ടെൻഡ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഈ എക്സിന് 7 കൊടുത്താൽ മതി. 7 + 2 = 9.
അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, 7ലേക്ക് ടെൻഡ് ചെയ്യുന്ന എക്സ് ഒരിക്കലും 7 ആവൂല. ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 7ലേക്ക് ടെൻഡ് ചെയ്യുന്ന എക്സ് ഒരിക്കലും 7 ആവൂല. ഈ x+2 ഒരിക്കലും 9 ആവൂല. പിന്നെ ഈ എഴുതി വെച്ചതിന്റെ അർത്ഥം എന്താ? ഈ എഴുതി വെച്ചതിന്റെ അർത്ഥം എക്സ് 7ന്റെ അടുത്തേക്ക് നീങ്ങുമ്പോ x+2ന്റെ വില 9ന്റെ അടുത്തേക്ക് നീങ്ങും. ആ കൺസെപ്റ്റ് ആണ് ലിമിറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോ 7 ആവണ്ട, 7 കൊടുക്കാൻ 7ലേക്ക് ടെൻഡ് ചെയ്താൽ മതി, പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇത് ലെഫ്റ്റ് നിന്ന് വരുമ്പോഴും റൈറ്റ് നിന്ന് വരുമ്പോഴും 9 കിട്ടിയത് കൊണ്ടാണ് നമ്മൾ 9 എഴുതിയത്. ഇതേ എക്സാമ്പിൾ 7ലേക്ക് തന്നെ ടെൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മുടെ ഫംഗ്ഷൻ x+2ന് പകരം നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാൾ ഡയറക്റ്റ് ആയിട്ട് ബോക്സിലേക്ക് 7 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബോക്സ് 7 അഥവാ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 7 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആൻസർ തെറ്റാണ്. അതിന്റെ കാരണം ഇതിന്റെ ലെഫ്റ്റിന്ന്, അതായത് 7ന്റെ ലെഫ്റ്റിന്ന് 7ലേക്ക് വരുമ്പോഴും ഒരു ആൻസർ കിട്ടും. 7ന്റെ റൈറ്റിന്ന് 7ലേക്ക് വരുമ്പോ ആ ആൻസർ കിട്ടില്ല. നമുക്ക് നോക്കാം. 7ന്റെ ലെഫ്റ്റിന്ന് ഇപ്പൊ 6.99 ബോക്സിൽ ഇട്ടാ 6 തരിക. അതിന്റെ ലെഫ്റ്റിലുള്ള ഇന്റീജർ ആ തരിക, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ. 6.9999 ഇട്ടു, അപ്പോഴും 6 തരിക. 6.999 വൈകുന്നേരം വരെ 9 പറഞ്ഞു, അപ്പോഴും 6 തരിക. എന്നാൽ 7.01 ഇട്ടാൽ 7 കിട്ടും, ബോക്സ് 7 ആ തരിക. 7.00001 ഇട്ടാലും 7 ആ തരിക. അപ്പൊ 7ലേക്ക് ലെഫ്റ്റിന്ന് ടെൻഡ് ചെയ്യുമ്പോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 6ഉം 7ന്റെ റൈറ്റിന്ന് ടെൻഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 7ഉം കിട്ടും. 6ഉം 7ഉം വേറെ വേറെ ആൻസർ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 6 or 7 എഴുതലല്ല. അത്തരം ലിമിറ്റുകള് ഡസ് നോട്ട് എക്സിസ്റ്റ്. അത് നമ്മൾ വേറെ സെക്ഷനിലായിട്ട് ചർച്ച ചെയ്യും. കുറച്ച് ലിമിറ്റ് ഒക്കെ പരിചയപ്പെട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇങ്ങനെ 2 കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യും. ഓക്കെ. അപ്പോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്ന അബദ്ധം മനസ്സിലായല്ലോ. നേരിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വില ലിമിറ്റിന് ഈക്വൽ ആവണമെന്നില്ല. ഇത് എല്ലാ നമ്പറിലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇതേ ചോദ്യം തന്നെ 7ന് പകരം 7.2 ആയിരുന്നു എങ്കിൽ, ഫംഗ്ഷൻ ഇത് തന്നെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുത്താലും ടെൻഡ് ചെയ്യുമ്പോൾ നോക്കിയാലും ഒരേ വില കിട്ടും. കാരണം 7.2 ബോക്സിൽ ഇട്ടാൽ 7 കിട്ടും. 7.2ന്റെ ലെഫ്റ്റിൽ നിൽക്കുമ്പോഴും 7.2ന്റെ റൈറ്റിൽ നിൽക്കുമ്പോഴും നമ്പർ 7 തന്നെ ആയിരിക്കും. സംശയം ഇവിടെ 7, ഇവിടെ 8, ഇവിടെ ആണല്ലോ 7.2 ഉണ്ടാവുക. 7.2ന്റെ ലെഫ്റ്റിലും 7.2ന്റെ റൈറ്റിലും ഇഷ്ടം പോലെ 7 ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ദൂരേക്കൊന്നും പോകണ്ട, വളരെ അടുത്ത് നിന്നാൽ മതി. 7 ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ളതും 7 ആയതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും റൈറ്റിൽ നിന്ന് വരുമ്പോഴും 7 ആണ് ബോക്സിലേക്ക് വരിക. 7 ആണ് കിട്ടുക. നേരിട്ട് കൊടുക്കുമ്പോൾ 7 ആണ് കിട്ടുക. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ കേസിൽ ചില നമ്പറിലൊക്കെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ശരിയായേക്കാം, പക്ഷെ എപ്പോഴും അത് അങ്ങനെ ആവില്ല. അത് നമ്മൾ കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യും. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ഫംഗ്ഷൻ fxന് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന് ഇല്ല എന്ന് ഉറപ്പായാൽ പിന്നെ എക്സിനെ കൊടുത്തു നോക്കുക. കൃത്യമായിട്ടൊരു വില f of a കിട്ടുന്നുണ്ടെങ്കിൽ f of a is a finite real number. ശ്രദ്ധിക്കണം, f of a is a finite real number. ആൾക്കാരോടൊക്കെ പറയാൻ പറ്റിയ നമ്പർ ആവണം, റിയൽ ആവും വേണം. എങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റും വാല്യൂവും ഈക്വൽ ആണ്. ഇതാണ് ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആണ്. 9 7 + 2. എക്സാമ്പിൾ 2, ലിമിറ്റ് x tends to -2, x+2 divided by x - 2. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കിയേ. -2 + 2 0, -2 -2 -4. 0നെ 0 അല്ലാത്ത ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആണ്, ഫൈനൈറ്റ് ആണ്. ലിമിറ്റിന്റെ വാല്യൂ അത് തന്നെയാണ്. എക്സാമ്പിൾ 3, ലിമിറ്റ് x tends to 0 sin x, x tends to 0 sin x. ഡയറക്റ്റ് കൊടുത്താൽ sin 0. sin 0ക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചതാണ്. ട്രിഗണോമെട്രി നന്നായിട്ട് വേണ്ടി വരും ഈ ചാപ്റ്ററിൽ. കുറച്ചുകൂടി മുന്നോട്ട് എത്തുമ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രി എല്ലാം പഠിച്ചു വെക്കണം. ലിമിറ്റ് x tends to 0, നാലാമത്തെ എക്സാമ്പിൾ, x tends to 0 cos x. cos 0 is equal to 1. Example 5, limit x tends to pi.
x minus 22/7. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസിലുള്ള ചോദ്യമാണ്, ചെറിയ ചോദ്യമാണ്. പക്ഷെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ആൻസർ എഴുതുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സിന് പൈ കൊടുത്താൽ പൈ മൈനസ് 22/7 ഇവിടെ വെക്കാനേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, പൈ ഈക്വൽ ടു 22/7 അല്ലേ, അപ്പൊ ഇത് 0 ആവില്ലേ? 0 എന്നല്ലേ എഴുതേണ്ടത്? പൈ ഈക്വൽ ടു 22/7 അല്ല. പൈ ഈസ് എൻ ഇറാഷണൽ നമ്പർ. 22/7 ഈസ് എ റാഷണൽ നമ്പർ. ഇപ്പോഴും സംശയമുണ്ട് അല്ലേ? പൈ നമ്മൾ 22/7 എടുക്കലില്ലേ? പൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7, നോട്ട് കറക്റ്റ്ലി ഈക്വൽ ടു 22/7. പൈ ഈക്വൽ ടു 22/7 എന്ന് എഴുതുമ്പോൾ അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇത് ഇറാഷണൽ ആണ്, ഇത് റാഷണൽ ആണ്. മേലും താഴെ ഇന്റീജർ വന്നാൽ താഴെ ഇന്റീജർ 0 അല്ലെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. ഒരു റാഷണൽ നമ്പർ ഒരു ഇറാഷണൽ നമ്പറിന് കറക്റ്റ് ഈക്വൽ ആവില്ല. എന്നാൽ പൈയുടെ വാല്യൂ ഏകദേശം 22/7 അടുത്താണ്. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ അങ്ങനെ എടുത്തുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല. എന്നാൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കറക്റ്റ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റില്ല. വേണേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറയാം. നിങ്ങൾ അപ്രോക്സിമേറ്റ് ഒന്നും ചെയ്യാൻ പോണ്ട, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ മതി. അപ്പൊ ഇവിടെ വെച്ചാൽ മതി, ഇനി അതിന്റെ മുകളിൽ അധികം കളിക്കേണ്ട അതർത്ഥം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രശ്നമില്ല അല്ലെ, നേരിട്ടാണ്ട് കൊടുത്താൽ മതി. എക്സാമ്പിൾ 6, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ കോസ് എക്സ്. സിമ്പിൾ ആണ്, ഇതൊക്കെ സിമ്പിൾ ആണ്. കോസ് പൈ is equal to -1. limit x tends to pi/2 cos x divided by 1 plus sin x. ഒന്ന് ആലോചിച്ച് നോക്ക്, pi/2 എന്ന് പറഞ്ഞാല് 90 ഡിഗ്രി, cos pi/2 cos 90 ഡിഗ്രി by 1 plus sin pi/2 sin 90 ഡിഗ്രി. cos 90 ഡിഗ്രി 0, sin 90 ഡിഗ്രി 1. it is 0 divided by 2, the answer is 0. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പറയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു സിമ്പിൾ മെത്തേഡ് ആണ്. അതിൽ വലിയൊരു ടെൻഷൻ ഒന്നും ആവശ്യമില്ല, വലിയ റിസ്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് കിട്ടുന്ന കേസാണ്. ഓക്കെ, ദെൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ പ്രോബ്ലം ഒന്നും ഇതിൽ കിട്ടില്ല. പരീക്ഷക്കൊക്കെ ചോദിക്കുന്നത് കുറച്ചും കൂടി ഉള്ളുന്നായിരിക്കും. അതായത് കുറച്ചൊക്കെ മാറ്റി വന്നതിന് ശേഷം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ റൂൾ 2ലേക്ക് വരാം. റൂൾ 2ന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാ പരിപാടി. ഇവിടെ ഈ ഫോർമുലകളൊന്നും വൈകാട്ട് ചെയ്യാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 15. ഇതാണ് പ്രോബ്ലം. നമ്മൾ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ ഏറ്റവും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആൻസർ കിട്ടുമോ. കിട്ടുമെങ്കിൽ പിന്നെ വേറെ പണിയൊന്നും നോക്കണ്ട. അതായത് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഒന്ന് പരിശോധിക്കാം, ഇതിനെന്തെങ്കിലും അസുഖമുണ്ടോ. അസുഖം ഉണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതിയല്ലോ. അസുഖമില്ലാത്ത ഒരാളെന്തിനാ വെറുതെ ചികിത്സിക്കുന്നു? എന്താ കൊടുക്കേണ്ടത്? എക്സിന് 3 ഇടുമ്പോ 3 സ്ക്വയർ 9, 7 into 3 21, 9 minus 21 plus 12. 9 12 21, 21 minus 21 0. ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. താഴെ എന്താ നോക്കാം. താഴെ 9 minus 8 into 3 24, 9 minus 24 plus 15. 9 15 24, 24 minus 24. അപ്പൊ ഇതാണ് പ്രശ്നം. ഇതൊരു നമ്പർ ആയിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. 0/0 ഈസ് ഇൻഡിറ്റർമിനേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വന്ന സ്ഥിതിക്ക് ഇതിന് ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റില്ല. തൽക്കാലം ഇതിന് അസുഖം ഉണ്ടെങ്കിലും ഈ അസുഖത്തിന് ചികിത്സ ഉണ്ട്. അപ്പൊ ചികിത്സിച്ച് മാറ്റലാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ പണി. അതിന് ചികിത്സ അറിഞ്ഞാലല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? മേലും താഴെ 0 വന്നു. ഓക്കെ, അപ്പൊ ഇതിന് ചികിത്സ ഉണ്ട്, ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റും ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം.
അപ്പൊ എന്താ അസുഖം? ഇവിടെ പ്ലസ് ആവുമ്പോ 9 പ്ലസ് 21 പ്ലസ് 12. അപ്പൊ 21 പ്ലസ് 21 അത് 42 ആവും. 42 ഡിവൈഡഡ് ബൈ 0. ഈ രോഗത്തിന് ചികിത്സ ഇല്ല. ഇത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ചോദ്യത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എഴുതി വെച്ചാൽ മതി. മേലെ 0 വരാതെ താഴെ മാത്രം 0 വന്നാൽ അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ആ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി ഇത് മൈനസ് ഇവിടെ ഒരു പ്ലസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മേലെ 0 വരും, താഴെ 9 പ്ലസ് 24 പ്ലസ് 15. 24 പ്ലസ് 24 48. 0നെ 0 അല്ലാത്തൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ് ആൻസർ. ഇത് 0 എന്ന് എഴുതിയാൽ മതി. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നതാണ്, റൂൾ 1 കിട്ടുന്നതാണ്. അപ്പോ മേലെ 0 വന്ന് താഴെ 0 വരില്ലെങ്കിൽ എളുപ്പമാണ് 0. മേലെ 0 വരാതെ താഴെ മാത്രം 0 വന്നാൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. മേലും താഴെയും 0 വരുന്ന കേസിലാണ് നമുക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ടാവുക. പഴയ പോലെ തന്നെ ആക്കി ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പൊ എക്സിന് 3 ഇട്ടപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. നമുക്കിപ്പോ നോക്കുമ്പോ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേര് പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഈസ് എ റാഷണൽ ഫംഗ്ഷൻ. എന്ത് ഈ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് രണ്ട് പോളിനോമിയൽസിന്റെ കോഷ്യന്റിനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോളിനോമിയൽ വരുന്ന കോഷ്യന്റ് ഫംഗ്ഷന്റെ പേരാണ് റാഷണൽ ഫംഗ്ഷൻ. അപ്പൊ ഇത് ടോട്ടലി ഈസ് എ റാഷണൽ ഫംഗ്ഷൻ ബിക്കോസ് ന്യൂമറേറ്റർ ഈസ് എ പോളിനോമിയൽ, ഡിനോമിനേറ്റർ ഈസ് ആൾസോ എ പോളിനോമിയൽ, സോ ദാറ്റ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ. അപ്പൊ ഒരു പോളിനോമിയലിൽ എക്സിന് 3 ഇട്ടപ്പോ 0 സംഭവിച്ചിരിക്കുന്നു, മേലിൻ താൻ സംഭവിച്ചിരിക്കുന്നു. ഒരു പോളിനോമിയലിൽ എക്സിന് 3 ഇടുമ്പോ 0 വന്നു എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് x മൈനസ് 3. എക്സിന് 3 ഇടുമ്പോ 0 വന്നാൽ x മൈനസ് 3 ആ ഫാക്ടർ. എക്സിന് മൈനസ് 3 ഇടുമ്പോ 0 വന്നാൽ x പ്ലസ് 3 ആ ഫാക്ടർ. എക്സിന് 5 ഇടുമ്പോ 0 വന്നാൽ x മൈനസ് 5 ആ ഫാക്ടർ. എക്സിന് മൈനസ് √2 ഇടുമ്പോ 0 വന്നാൽ x പ്ലസ് √2 ആണ് ഫാക്ടർ. എക്സിന് 0 ഇടുമ്പോ 0 വന്നാൽ x മൈനസ് 0 അഥവാ x ആണ് ഫാക്ടർ. അപ്പൊ ഇവിടെ എക്സിന് 3 ഇട്ടപ്പോ 0 വന്നു എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഈ റാഷണൽ ഫംഗ്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x മൈനസ് 3 ഒരു ഫാക്ടറാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇത് മുന്നോട്ട് പോകുമ്പോൾ ലിമിറ്റ് ഇവിടെ എഴുതണം. കാരണം നമ്മൾ ലിമിറ്റ് കണ്ടില്ല. വാല്യൂ കൊടുക്കുന്നത് വരെ ലിമിറ്റ് ഇങ്ങനെ എഴുതണം. ചില കുട്ടികൾ അത് എഴുതൂല. ഈ ലിമിറ്റ് എഴുതാതെ ഇങ്ങനെ എഴുതി വരും. ശ്രദ്ധിക്കാം. എക്സിന് 3 ഇട്ടപ്പോഴാണ് 0 വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഫാക്ടർ x മൈനസ് 3 ആണ്. അപ്പൊ അടുത്ത ഫാക്ടർ നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അത് ഇവിടെ എളുപ്പമാണ്. അത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. ക്വാഡ്രാറ്റിക് അല്ലാത്ത കേസിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോ x4 അല്ലേ ഇവിടെ വരേണ്ടത്. ഈ ബ്രാക്കറ്റിൽ x ഒന്ന് ശരിക്കും ഇവിടെ എന്ത് വരണോ? എക്സിന്റെ x4. ഇനി മിഡിൽ ടേം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, 12നെ മൈൻഡ് ചെയ്താൽ മതി. 12 കിട്ടണം. ഇവിടെ എന്താ ഉള്ളത്? -3. അപ്പൊ -3 എന്തുകൊണ്ട് ഇൻഡ് ചെയ്താൽ 12 കിട്ടുക? -4. എളുപ്പല്ലേ? അടുത്ത ഫാക്ടർ അതാ x മൈനസ് 4. സംശയം മൾട്ടിപ്ലൈ നോക്ക്. x2 -4x -3x -7x ആവും +12. ഡിനോമിനേറ്ററിലും x മൈനസ് 3 ഒരു ഫാക്ടർ ആണ്. അപ്പൊ അടുത്ത ഫാക്ടർ നിങ്ങൾ പറയും, പെട്ടെന്ന് പറയാം. x 15 അല്ലേ? -5. ഇതുകൊണ്ട് എന്താ കാര്യം? സോ വി ഹാവ് എ കോമൺ ഫാക്ടർ. ആരാ കോമൺ ഫാക്ടർ? x മൈനസ് 3 ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. x മൈനസ് 3 കോമൺ ഫാക്ടർ ഉണ്ട്. ഈ x മൈനസ് 3 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, ക്യാൻസൽ ചെയ്യാന്ന് ഡിവൈഡ് ചെയ്യാൻ അർത്ഥം, ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പർ 0 അല്ലാന്ന് ഉറപ്പുണ്ടാവും. x മൈനസ് 3 0 അല്ലാന്ന് ആരെങ്കിലും ഉറപ്പ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? എനിക്ക് ഉറപ്പുണ്ട് x മൈനസ് 3 0 അല്ലാന്ന്. അതിന്റെ കാര്യം ഇവിടെയാണ്. ഇതൊന്ന് വായിച്ചേ. x tends to 3. 3ലേക്ക് ടെൻഡ് ചെയ്യുന്ന x ലോക അവസാനിച്ചാലും 3 ആവില്ല. അപ്പൊ x 3 ആവൂല. ഉറപ്പിച്ചോ? 3 ആവൂല. പിന്നെന്താ? വെരി ക്ലോസ് ടു 3. 3 ആവില്ല എന്ന് പറഞ്ഞാൽ x മൈനസ് 3 0 ആവില്ല. x tends to 3 ആയതുകൊണ്ട് x മൈനസ് 3 0 ആവില്ല. ധൈര്യമായിട്ട് ക്യാൻസൽ ചെയ്യാം. ഒരു സ്റ്റെപ്പും കൂടി ലിമിറ്റ് സിമ്പിൾ എഴുതുക. ലിമിറ്റ് x tends to 3 x മൈനസ് 4 ഡിവൈഡഡ് ബൈ x മൈനസ് 5. ഈ ഒരു x മൈനസ് 3ന്റെ ക്യാൻസലേഷനോട് കൂടി ഇതിന്റെ 0/0 എന്ന അസുഖം മാറിയിട്ടുണ്ട്. പിന്നെ അസുഖം ഇല്ല. ഇപ്പൊ നിങ്ങൾ കൊടുത്തു നോക്ക്,
ഇതിന്റെ ലോഗൊക്കെ മാറി. ഇനി നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം. ഇതാ വാല്യൂ കൊടുത്താൽ മതി. 3 - 4 ഡിവൈഡഡ് ബൈ 3 - 5 ഈസ് ദ വാല്യൂ. അപ്പൊ ഞാൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ലിമിറ്റ് ചെയ്യണ്ട. അങ്ങനെ ശരിക്കട്ടാ, ഇതുവരെ ലിമിറ്റ് ചെയ്ത വാല്യൂ കൊടുത്താൽ പിന്നെ ലിമിറ്റ് ചെയ്യണ്ട. അപ്പൊ 3 - 4 എന്ന് പറഞ്ഞാൽ -1. 3 - 5 -2. -1 by -2 is equal to 1/2. ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യുന്നത്. x tends to 3 ഈ റാഷണൽ ഫംഗ്ഷന്റെ വാല്യൂ ലിമിറ്റ് വാല്യൂ 1/2 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ എക്സിന് 3 ഇടുമ്പോ 1/2 കിട്ടുന്നല്ല. പിന്നെന്താണ്, എക്സ് 3ന്റെ വളരെ വളരെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ ഈ ടോട്ടൽ കോഷ്യന്റ് വരിക 1/2ന്റെ വളരെ വളരെ അടുത്തായിരിക്കും. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡിന്റെ പേരാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ റൂൾ 2 ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്താ അങ്ങനെ പറയുന്നത്, ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട് അത്ര ഉള്ളു, ഒരു പേരിട്ടുന്നുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താ പറയുന്നത്, നമ്മുടെ ഫംഗ്ഷൻ f(x), if f(x) is a rational function and നമ്മൾ വാല്യൂ കൊടുക്കുമ്പോ f of a takes, ഇവിടെ 3 ആയിരുന്നു, takes the form 0/0, then factorize the numerator and denominator, comma, cancel out the common factor, cancel out the common factor. കട്ട് ചെയ്യുമ്പോ അത് 0 അല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, common factor and then puts x equal to a. ഇവിടെ a വരെ 3 ആയിരുന്നു, അത് ഓരോ എക്സാമ്പിൾ ഓരോന്നായിരിക്കും. അപ്പോ റാഷണൽ ഫംഗ്ഷൻ വരിക മേലിൽ താഴെ പോളിനോമിയൽ, ഡയറക്ട്ലി ടേക്സ് ദ ഫോം 0/0, factorize the numerator and denominator, cancel out the common factors and then put the value so that we will get the limit. അതിൽ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 1 ആണ് ഇപ്പൊ ഞാൻ ചെയ്തത്. സെക്കൻഡ്, ലിമിറ്റ് x tends to 9, x square minus 49 divided by x square minus 8x minus 9. ആദ്യത്തെ പരിശോധന, ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം. എക്സിന് 9 ഇട്ടാൽ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് 49 മാറ്റിയിട്ട് 81 ആക്കാം. 0/0 വന്നോട്ടെ. 49 ആകുമ്പോൾ മേലെ 0 വരാതെ താഴെ 0 വരും. ഇത്രയും കേസിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എഴുതി വെക്കലാണ്. നമുക്ക് 0/0 ചർച്ച ചെയ്യാം. 9 സ്കോർ 81, 81 minus 81 0. ഇവിടെ 81 minus 72 minus 9, അപ്പൊ minus 81, 81 minus 81 0. അപ്പൊ 0/0 മോഡൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് തൽക്കാലത്തേക്ക് രോഗം ഉണ്ടെങ്കിലും ലിമിറ്റിന്റെ കേസിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ഇവിടെയും നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ മുന്നോട്ട് പോകാം. ഫാക്ടറൈസ് ചെയ്താൽ മേലെ താഴെ എക്സിന് 9 ഇട്ടപ്പോഴാണ് 0 വന്നത്. അതുകൊണ്ട് മേലെ താഴെ എക്സ് മൈനസ് 9 ഒരു കോമൺ ഫാക്ടർ ആണ്. എക്സ് മൈനസ് 9 ഇൻറ്റു അടുത്ത ഫാക്ടർ ഏതാന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. എക്സ് പ്ലസ് 9. ക്ലിയർ അല്ലേ? താഴെയും എക്സ് മൈനസ് 9 ഒരു ഫാക്ടർ ആണ്. അടുത്ത ഫാക്ടർ കിട്ടാൻ ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് എക്സ് ഇവിടെ -9 കിട്ടണമെങ്കിൽ +1 ഇടണം. -9 × 1 -9. ഇതാ കിടക്കുന്ന കോമൺ ഫാക്ടർ. ലിമിറ്റ് x tends to 9, x plus 9 divided by x plus 1, 9 plus 9 divided by 9 plus 1, 18/10, 9 divided by 5. അവിടെ വെച്ചാൽ മതി. That is a value. Example 3. Limit x tends to -2, x cube plus 8 divided by x plus 2.
-2 ആണ്. x tends to -2. -2 കൊടുക്കുമ്പോൾ -2ന്റെ ക്യൂബ് -8 + 8 0. -2 + 2 0. അപ്പൊ ഇത് എക്സിന് -2 ഇടുമ്പോഴാണ് 0 വന്നത് മുകളിൽ അല്ലേ? അപ്പൊ എക്സിന് -2 ഇടുമ്പോൾ പോളിനോമിയൽ 0 വന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു ഫാക്ടർ x + 2 ആണ്. അടുത്തൊരു ഫാക്ടർ നമുക്ക് കിട്ടണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ക്വാഡ്രാറ്റിക് ഏരിയ മാതിരി അങ്ങനെ നോക്കി എഴുതാൻ പറ്റില്ല, അത് ശരിയാവില്ല. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ നമുക്ക് x സ്ക്വയർ റെഡിയാക്കി പിന്നെ അടുത്ത ഈ കോൺസ്റ്റന്റിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ അത് പറ്റില്ല. അപ്പൊ ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യപ്പോ നമ്മള് ഈ 8 എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാം അത് 2 ക്യൂബാ. a ക്യൂബ് പ്ലസ് ബി ക്യൂബിനൊരു ഫാക്ടറൈസേഷൻ ഉണ്ട്, a ക്യൂബ് മൈനസ് ബി ക്യൂബിനും ഫാക്ടറൈസേഷൻ ഉണ്ട്. a ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷന് a പ്ലസ് ബി ഒരു ബ്രാക്കറ്റിൽ ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ a സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. a ക്യൂബ് മൈനസ് ബി ക്യൂബ് ആവുമ്പോ a മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മാറിപ്പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്ത ആളുകളുടെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആദ്യത്തെ ഉപയോഗിക്കാം. എക്ക് പകരം എക്സ്, ബിക്ക് പകരം 2. അപ്പൊ എ പ്ലസ് ബി എക്സ് പ്ലസ് 2 അത് റെഡി. ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ ബി എക്സ് ഇൻറ്റു 2 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ നേരത്തെ ഉണ്ടായിരുന്ന എക്സ് പ്ലസ് 2. കോമൺ ഫാക്ടർ ഇതാ എക്സ് പ്ലസ് 2. That is equal to limit x tends to -2, x square minus 2x plus 4. പിന്നെ പ്രശ്നമൊക്കെ തീർന്നു. എക്സിന് -2 കൊടുത്താൽ -2 the square -2 into -2 plus 4. 4 plus 4 plus 4 that's equal to 12. ഫാക്ടറൈസേഷൻ തന്നെ ക്വാഡ്രാറ്റിക് അല്ലാത്ത കേസിൽ ചില ഐഡന്റിറ്റീസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ 4. Limit x tends to -3. (2x square plus 3x minus 9 divided by 5x square plus 14x minus 3. നമുക്ക് ആദ്യത്തിന്റെ അസുഖം പരിശോധിക്കാം. രോഗമുണ്ടോ, അതോ നേരിട്ട് കിട്ടുന്നതാണോ, അതോ ഒരിക്കലും ചികിത്സിക്കാൻ പറ്റാത്ത കേസാണോ എന്നൊക്കെ നോക്കാം. -3ന്റെ സ്ക്വയർ 9, 2 into 9 18. ഇവിടെ -9 0. -3ന്റെ സ്ക്വയർ 9, 5 into 9 45, 14 into 3, 14 into -3 minus 42 minus 3, 45 minus 42 minus 3 താഴെ വരും, അതും 0 ആണ്. അപ്പൊ എക്സിന് -3 ഇട്ടപ്പോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 വന്നു എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ രണ്ടാളുടെയും മേലുള്ളതിന്റെയും താഴെയുള്ളതിന്റെയും ഒരു ഫാക്ടറാണ് ആര്? എക്സിന് -3 ഇടുമ്പോഴാണ് 0 വന്നതെങ്കിൽ ഒരു ഫാക്ടർ x + 3 ആണ്. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ഐഡന്റിറ്റീസ് ഒന്നും അന്വേഷിച്ച് പോകണ്ട, നേരിട്ട് നമുക്ക് നോക്കി എഴുതാം. ഇവിടെ ശ്രദ്ധിക്കുക, എത്ര എക്സ് സ്ക്വയറാ? 2x സ്ക്വയറാ. അപ്പൊ ഇവിടെ x ഇട്ടാ പോരാ, 2x ഇടണം, എന്നാലേ x × 2x സ്ക്വയർ വരുള്ളൂ. ഇനി ഇതിനെ മൈൻഡ് ചെയ്യേണ്ട, ഇവിടെ നോക്കിയാൽ -9 കിട്ടണം. ഇവിടെ ഉള്ളത് +3 ആണ്. +3നെ -3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് -9 കിട്ടുക. അപ്പൊ അത് -3 ആണ്. സംശയം മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. x × 2x 2x സ്ക്വയർ, x × -3 -3x, ഇത് +6x ആവും. അപ്പൊ +3x, 3 × -3 -9. താഴെയും ഒരു ഫാക്ടർ ആരാ? x + 3. അപ്പൊ അടുത്ത ഫാക്ടർ 5x സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ 5x. ഇവിടെ -3 വരണമെങ്കിൽ +3 ഉള്ള സ്ഥിതിക്ക് ഇവിടെ -1. റെഡി അല്ലേ? -3 കിട്ടണമെങ്കിൽ +3 × -1. കോമൺ ഫാക്ടർ ഇതാ കിടക്കുന്നു. ഇതോടുകൂടി ഇതിന്റെ 0/0 എന്ന രോഗം മാറി.
ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടി എഴുതിയാൽ x tends to -3, 2x - 3 divided by 5x - 1. ഇനി നമുക്ക് x ന് -3 കൊടുത്താൽ ഒരു കുഴപ്പമില്ല. 2 into -3 -3 divided by 5 into -3 -1. That is equal to -6 -3 divided by -15 -1. That is equal to -9 divided by -16. അഥവാ 9/16 is the answer. വാല്യൂ കൊടുത്താൽ പിന്നെ എക്സിന് വാല്യൂ കൊടുത്താൽ പിന്നെ ലിമിറ്റ് സിമ്പിൾ എഴുതണം. ഇത്രയും നമ്മൾ ചർച്ച ചെയ്തത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഇപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റൂളിലേക്ക് വരികയാണ്. റൂൾ 3 ആണ്. ഇതിന്റെ പേര് റാഷണലൈസേഷൻ മെത്തേഡ്. ഞാനൊരു എക്സാമ്പിൾ കൂടെ അതിന്റെ ഒരു കൺസെപ്റ്റ് പറയാം. ഈ ചെയ്ത രണ്ടിലും കിട്ടാത്ത ചില പ്രോബ്ലംസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, റൂട്ട് 1 പ്ലസ് എക്സ് അതിൽ നിന്ന് -1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണം. നമ്മൾ ആദ്യത്തെ ആലോചന, അതിന് മുമ്പ് ഞാൻ പറയാം, ഈ റൂട്ട് കാണുമ്പോൾ, സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നിങ്ങൾ ഫംഗ്ഷനിൽ പോസിറ്റീവ് റൂട്ട് മാത്രം പരിഗണിച്ചാൽ മതി. നെഗറ്റീവ് റൂട്ട് എടുക്കണമെങ്കിൽ ഇതിന്റെ മുന്നിൽ നെഗറ്റീവ് ഇടും. പ്ലസ് ഓർ മൈനസ് എടുക്കാൻ പാടില്ല. ഫംഗ്ഷനിൽ ഒരു എക്സിന് ഒന്നിൽ കൂടുതൽ y വരാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് റൂട്ട് വെറുതെ എഴുതി വെച്ചാൽ അത് പോസിറ്റീവ് റൂട്ടാണ്. ഇനി നമുക്ക് പരിശോധിക്കാം. എക്സിന് 0 ഇട്ടാൽ 1 + 0 1, റൂട്ട് 1 1, 1 - 1 0 ഡിവൈഡ് ബൈ 0. അപ്പൊ ഇതിന്റെ പ്രശ്നം, രോഗം 0/0 ഫോമാണ്. അതിന് ചികിത്സ ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇവിടെ പോകില്ല. കാരണം ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയ ആളില്ല. ഫാക്ടറൈസ് ചെയ്യുന്നത് പോളിനോമിയലിനെയാണ്. ഈ ന്യൂമറേറ്ററിലെ എക്സ്പ്രഷൻ പോളിനോമിയൽ അല്ല, റൂട്ടൊക്കെ ഉള്ളത് പോളിനോമിയൽ അല്ല. ഈ ജാതി എക്സ്പ്രഷനെ പറയാം സേർഡ്സ് എന്നാ പറയാ. റൂട്ടും റൂട്ടില്ലാത്ത പൊടി മിക്സ് ചെയ്തൊക്കെ വന്നാൽ പ്ലസ് മൈനസ് ഒക്കെ ആയിട്ട് വന്നാൽ സേർഡ്സ് എന്നാ പറയാം. സേർഡ്, ഈ സേർഡ് വന്നു 0/0 ഫോം വന്നിരിക്കുന്നു. ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ സേർഡിനെ റാഷണലൈസ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത്, ഇവിടെ -1 അല്ലേ ഉള്ളത്, അവിടെ പ്ലസ് ഇട്ടിട്ട് മേലിതായി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനൊരു ബ്രാക്കറ്റ് ആദ്യം കൊടുക്കുക. അടുത്ത ബ്രാക്കറ്റിൽ നമ്മൾ ഇവിടെ ഈ -1 +1 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാ, അപ്പൊ ഒരേ ബ്രാക്കറ്റ് കൊണ്ട് മേലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ അതോടുകൂടി ന്യൂമറേറ്ററിൽ അത് റൂട്ടിൽ നിന്നിട്ട് ഫ്രീ ആയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഒരു ക്യാൻസലേഷൻ നമുക്ക് കിട്ടും. ആ ക്യാൻസലേഷനോട് കൂടി നമ്മുടെ 0/0 അസുഖം മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a minus b into a plus b. a minus b into a plus b, a square minus b square. റെഡി അല്ലേ? അപ്പൊ എക്ക് പകരം റൂട്ട് 1 പ്ലസ് എക്സ്, ബിക്ക് പകരം 1. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 1 പ്ലസ് എക്സിന്റെ സ്ക്വയർ 1 പ്ലസ് എക്സ് ആവും. മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ 1 ആവും. ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു, ഇതിങ്ങനെ തന്നെ, ഇതൊക്കെ ഓർക്കാനൊന്നും പോണ്ട, ഇതിങ്ങനെ തന്നെ കേട്ടാ. അടുത്ത സ്റ്റെപ്പില് ന്യൂമറേറ്റർ ബിക്കം 1 പ്ലസ് എക്സ് 1 മൈനസ് ചെയ്താൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഈ എക്സ് ഇങ്ങനെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അതോടുകൂടി ഈ രോഗം മാറിയിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പോട് കൂടി ആൻസർ കിട്ടും. ലിമിറ്റ് എക്സ് ടു 0 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഇനി നിങ്ങൾ റൂൾ 1 അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കാനുള്ള സമയമായി. 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് 0 എക്സിന് 0 ടു പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഇത് റൂട്ട് 1 1 ആവും. 1 പ്ലസ് 1 2. ദ വാല്യൂ ഈസ് 1/2. അപ്പൊ നമ്മള് റാഷണലൈസേഷൻ മെത്തേഡിൽ പറഞ്ഞത് അന്ന് എഴുതാം. If fx contains surds, then rationalize it by surds, and f of a takes the form 0/0. If fx contains surds and f of it takes the form 0/0, then rationalize it by using the conjugate surd.
after simplification put x equal to a. റാഷണലൈസ് ചെയ്യാൻ വേണ്ടി കോൺജുഗേറ്റ് സൈഡ് കൊണ്ട് ഇൻറ്റു ചെയ്യാം, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഒരു കോമൺ ഫാക്ടർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റാഷണലൈസ് ഇറ്റ് ബൈ യൂസിങ് ദി കോൺജുഗേറ്റ് സൈഡ് ആൻഡ് ആഫ്റ്റർ സിംപ്ലിഫൈങ് പുട്ട് x equal to a. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഈ എഴുതിയത്. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഈ റൂൾ 3 നമുക്ക് ചെയ്യണം. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ 3 റൂള് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി 4ാമത്തെ റൂള്, അതിൽ കുറച്ചധികം ഫോർമുലകളൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. We shall continue in the next class. Okay? Thank you.